ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. റീനീറ്റ് എഴുതി വന്ന മക്കളോടാണ്. കുറേ പേരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും, കുറേ പേരൊക്കെ ഇപ്പം ട്രാവലിംഗ് ആയിരിക്കും, നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിലിപ്പം എന്താണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ്: വൈ ഗോഡ്, വൈ? എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നു? എന്തുകൊണ്ട്, വൈ അസ് എന്നുള്ള ഒരു തോട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. കാരണം എൻ ടി എയുടെ സൈഡിൽ നിന്നും ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് അത്യാവശ്യം ടഫ് പേപ്പർ ആയിരുന്നു. കെമിസ്ട്രി മോഡറേറ്റ് ടു ടഫായി. ബയോളജി ഈസിയാന്ന് നമുക്ക് പറയാം, ഈസി ടു മോഡറേറ്റ്, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും, ഔട്ട് ഓഫ് NCERT ആയിട്ടുള്ളതൊന്നും ബയോളജി പേപ്പറിൽ വന്നിട്ടില്ല. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടൊരു കടമ്പ കടന്ന് വന്നവരാണ് മക്കൾ. എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത്. ലൈക്ക് നീറ്റ് എന്നുള്ള അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമിന് നിങ്ങൾ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി. പക്ഷെ അത് വീണ്ടും ഒരു റീനീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും ഒരു മാസം ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾ ആ സിലബസ് ഫുൾ റിവൈസ് ചെയ്ത് യു അഗെയിൻ വെൻ ബാക്ക് ടു ദ എക്സാം ഹാൾ. അപ്പോൾ അത്രയും വലിയൊരു കടമ്പ കടന്ന് വന്നവരാണ് മക്കള്. സോ ഐ വോണ്ട് യു ടു നോ ദാറ്റ് ലൈക്ക് യു ആർ എ വാരിയർ, യു ആർ എ ഫൈറ്റർ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് നോക്കാം എന്തായിരിക്കും റിസൾട്ട്സ്, NT യുടെ ആൻസർ കീ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ കുറച്ചൊക്കെ ഇപ്പോൾ ഡിസ്ഹാർട്ടൻഡ് ആയിരിക്കും. NT യുടെ സൈഡിൽ നിന്നും വളരെ ഇൻജസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ കീ ഫുൾ നോക്കി സ്കോർ ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് ആദ്യത്തെ സ്കോർ ആയിരുന്നു ബെറ്റർ, ആദ്യമായിരുന്നു ബെറ്റർ, ഇതെനിക്ക് ഭയങ്കര ടഫായി, എനിക്ക് സ്കോർ കുറയും എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കല്ലേ. കാരണം 23 ലക്ഷം കുട്ടികളാണ് നിങ്ങളെപ്പോലെ ഇതോർത്ത് വിഷമിക്കുന്നത് വിചാരിക്കുക. നോട്ട് അലോൺ. 23 ലക്ഷം പേർക്കും ഇതേ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി NT യുടെ സൈഡിൽ നിന്നും സ്റ്റുഡൻസിൻ്റെ ഫേവറിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലീസ് ഡോണ്ട് വറി. ഇന്ന് രാത്രി എൻ്റെ മക്കളൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഡോണ്ട് വറി. നമ്മൾ വലിയ കടമ്പയൊക്കെ കടന്ന് വന്നില്ലേ. നമ്മൾ നീറ്റ് കഴിഞ്ഞു, ഇപ്പോൾ റീനീറ്റ് വന്നു. ഇറ്റ്സ് ഓക്കെ. വി വിൽ സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം ഇന്ന് ഇത് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് പ്ലീസ് എൻ്റെ മക്കൾ വിഷമിക്കല്ലേ. ഇനി ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ് ടു തിങ്ക് അബൌട്ട്. നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാരൻസിനോടും കൂടി ആണ് പറയുന്നത്, നമ്മുടെ മക്കളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെൻറ്റൽ സപ്പോർട്ട് ഈ ഒരു സമയത്ത് കൊടുക്കുക. അവരുടെ സൈഡിൽ നിന്നും, NT യുടെ സൈഡിൽ നിന്നും ഒരു ഇൻജസ്റ്റിസ് ആയിരുന്നു ഈ ഇത്രയും സിമ്പിളായിരുന്ന പേപ്പർ ഇത്രയും ടഫാക്കി അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നത്. പക്ഷേ നമുക്ക് നോക്കാം. ലെറ്റ് ദം കം അപ്പ് വിത്ത് സംതിങ് യുനോ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ജസ്റ്റിസ് ആയിട്ടുള്ള, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ട് അവർ വരുമായിരിക്കും. അപ്പം അല്ലെങ്കിലും എൻ്റെ മക്കൾ വിഷമിക്കരുത്, നമുക്ക് സെറ്റാക്കാം. വി ആർ വിത്ത് യു, ഐ എം വിത്ത് യു. ഐ ബിലീവ് ഇൻ ഈച്ച്. ഇന്നലെ ഞാൻ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താണ്? ഓൾ ദ ബെസ്റ്റിൽ. ഐ ബിലീവ് ഇൻ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ആൻഡ് ഐ എം ഓൾറെഡി വെരി പ്രൗഡ് ഓഫ് യു. അതേപോലെ വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് യു ചിൽഡ്രൻ. ഐ റെപ്രസെൻറ്റ് Xylem ആൻഡ് ഐ റെപ്രസെൻറ്റ് ഓൾ ദ ഫാക്കൽറ്റി ഹു ആർ ഹിയർ. എല്ലാവരും ഒരേപോലെ പറയുന്നത് വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ ചിൽഡ്രൻ, അവർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ എന്താണെങ്കിലും ഇനി അങ്ങോട്ടേക്കുള്ളതിനൊക്കെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. വി ആർ വിത്ത് യു. ആൻഡ് വിഷമിക്കരുത് കേട്ടോ. ഇന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. മക്കളുടെ വിഷമം എന്താണെങ്കിലും, നിങ്ങളുടെ കൺസേൺ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. മിസ് അതൊക്കെ വായിക്കും. എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരികയും ചെയ്യും കേട്ടോ. ഓക്കെ, സോ ഡോണ്ട് വറി. ടോക്ക് ടു മീ, ടോക്ക് ടു അസ്. ഗുഡ് ലക്ക്.